കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ സൂക്ഷിച്ചല്ലോ. വീണ്ടും പുതിയ ഒരു വചനം നമുക്ക് ശ്രവിക്കാം. ഇന്നത്തെ കുറിവാക്യം റജി. സങ്കീർത്തനങ്ങൾ 27:1 യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇന്നത്തെ കുറിവാക്യം സങ്കീർത്തനം 27:1 റജി വായിച്ചു. രാജാവായ ദാവീദ്, സ്വന്തം പട്ടാളവും വലിയ പ്രൊട്ടക്ഷനും ഒക്കെ ഉള്ള ഒരു രാജാവ്. ഹല്ലേലൂയ. അവൻ പറയുക, യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷ, അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ വെളിച്ചം, അവൻ എന്റെ രക്ഷ, അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല ഈ പറയുന്നതെന്ന് ആലോചിക്കണം. നമ്മൾ അതിന്റെ ആ ആഴത്തിലേക്ക് ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ ഞാൻ പറയുക ഞാൻ ആരെയും ഭയപ്പെടും എന്ന് പറയുന്നത് പോലെയല്ല. ദാവീദ് രാജാവാണ്. അങ്ങനെയുള്ള രാജാവ് പറയുകയാണ്, യഹോവയാണ് എൻ്റെ വെളിച്ചം, എൻ്റെ പ്രൊട്ടക്ഷൻ, എൻ്റെ സൈന്യം എല്ലാം എൻ്റെ യഹോവയാണ്, അതുകൊണ്ട് എനിക്ക് ആരെയും ഭയമില്ല. നമുക്ക് ഇതുപോലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നെങ്കിലോ? ഇവിടുത്തെ പോലീസും പട്ടാളമൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമായിരിക്കും. എവിടെ വേണേലും ചെന്നങ്ങ് ഇടിച്ചു കയറുവാൻ, ഏത് ദുരിതം പിടിച്ച സ്ഥലത്ത് കയറാനും ഒരു ഭയം കാണത്തില്ല. പക്ഷെ ദാവീദിന് ഭയമില്ലാതിരിക്കുന്നത് സ്വന്തം പട്ടാളമുള്ളത് കൊണ്ടല്ല. അവൻ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആയതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും. 1 ശമൂവേൽ 17:16 വായിച്ചാട്ടം. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുൻപോട്ട് വന്ന് നിന്നു. നോക്കണം, ഫെലിസ്ത്യൻ 40 ദിവസം യഹൂദ സൈന്യത്തിന്റെ മുമ്പിൽ രാവിലെയും വൈകുന്നേരവും വന്ന് നിന്നു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എപ്പോഴൊക്കെയാണ്? സാധാരണ രാവിലെയും വൈകിട്ടും. ഇവൻ കടന്നു വരുമ്പോഴെന്ത് സംഭവിച്ചു? വായിക്കാം, അടുത്ത വാക്യം. 1 ശമൂവേൽ 17:24 അവനെ കണ്ടപ്പോൾ ഇസ്രയേലിലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ഇവിടെ ഫെലിസ്ത്യൻ രാവിലെയും വൈകിട്ടും എങ്ങനെയാ വന്നു നിന്നേ? അവൻ മുമ്പോട്ട് വന്ന് നിന്നു. അപ്പോൾ ദൈവത്തിന്റെ ജനം എന്ത് ചെയ്തു? പുറകോട്ട് ഓടി. പ്രൈസ് ദി ലോർഡ്. ഫെലിസ്ത്യൻ ശത്രു രാവിലെയും വൈകിട്ടും മുമ്പോട്ട് വന്ന് നിന്നു, ദൈവത്തിന്റെ ജനം പുറകോട്ട് പോയി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ ചില ഫെലിസ്ത്യന്മാർ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ പുറകോട്ട് മാറാറില്ലേ? ഹല്ലേലൂയ. ചില ഫെലിസ്ത്യർ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വളരെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നവരാണ്. കാരണം ഇത് ജയിക്കാൻ പ്രയാസമാണ്. കാരണം മുമ്പോട്ട് വരുന്ന ആരാ? ശക്തന്മാരായ ഫെലിസ്ത്യ സൈന്യമാണ്. ശക്തന്മാരായ ഫെലിസ്ത്യൻ മുമ്പോട്ട് വരുമ്പോൾ ദൈവജനം ഭയപ്പെട്ട് പുറകോട്ട് മാറി. നമ്മളതിൻ്റെ ആ ഡെപ്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണോ ഉണ്ടാകുന്നത്? ആരാണ് വന്നത്? അവന്റെ പേരെന്തുവാ? ഗോലിയാത്ത്. ഇതുപോണക്ക് മുമ്പോട്ട് വന്ന് നിന്നപ്പോൾ ആരുടെ? ഫെലിസ്ത്യ സൈന്യത്തിന്റെ നേതാവ്. 40 ദിവസമായിട്ട് അവൻ ചെയ്യുന്ന പരിപാടിയാണ്, അവൻ രാവിലെ ഒന്ന് മുമ്പോട്ട് വരും, വൈകുന്നേരം ഒന്ന് മുമ്പോട്ട് വരും. നോക്കണം, രാവിലെ പ്രവർത്തിക്കേണ്ട സമയത്തിന് മുമ്പേ ഗോലിയാത്ത്, ഫെലിസ്ത്യ സൈന്യത്തിന്റെ നേതാവ്, മുമ്പോട്ട് വന്ന് ഇസ്രായേൽ ജനത്തിന്റെ സൈന്യത്തിന്റെ മുമ്പിലൊന്ന് വന്ന് നിൽക്കും. അതോടുകൂടി അന്നത്തെ അവന്റെ ധൈര്യം എല്ലാം പോയി. അന്നത്തെ ദിവസം പ്രവർത്തിക്കുവാനുള്ള സകല കഴിവും നഷ്ടപ്പെട്ടു.
അന്നത്തെ ദിവസം പ്രവൃത്തിയില്ല. കാരണം യവൻ വന്നു നിന്ന ഭയം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഹല്ലേലൂയ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ ഉപദേശിയൊക്കെ വന്ന് പ്രസംഗിച്ച് ഇച്ചിരി ധൈര്യമൊക്കെ പ്രാപിച്ച് ഇന്ന് രാത്രിയോടുകൂടി ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ വൈകിട്ടും ഈ ഗോലിയാത്ത് വന്ന് ഇറങ്ങി നിന്നു. അതോടുകൂടി വൈകിട്ട് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഉള്ള അവസ്ഥ പോയി. പ്രാർത്ഥനയും പോയി, ഉപവാസവും പോയി. കാരണം പ്രാർത്ഥനയ്ക്ക് നിശ്ചയിച്ചിരുന്ന വൈകിട്ട്. കാരണം ഇന്ന് വൈകിട്ട് ഒന്ന് ഉപവസിച്ച് അല്ലെ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് നാളെ എൻ്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്ത് പറ്റിയത്? വൈകിട്ട് വീണ്ടും ഈ ഗോലിയാത്ത് മുമ്പോട്ട് വന്നിറങ്ങി. പേടിച്ചുപോയി. സംഗതി തലനാരിഴയ്ക്കുള്ള ഒരു മറയാ. പക്ഷെ ഇത് മതി എൻ്റെയും നിന്റെയും ജീവിതം തകർക്കാൻ. ഒരു ചെറിയ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത്. ഒരു മറയ്ക്കപ്പുറത്താ കാര്യങ്ങൾ. ഈ മറ ശരിക്കൊന്നും മാറാത്തത് കൊണ്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിന്റെ വിജയം എന്തായിരുന്നു ചോദിച്ചാൽ, അവന് ഈ മറയില്ലാതിരുന്നത് കൊണ്ട് അപ്പുറത്ത് ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്നാഹത്തെക്കുറിച്ച് അവന് നല്ല നിശ്ചയമായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഗോലിയാത്ത് രാവിലെയും ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴൊക്കെ വന്നു നിന്നാലും ഇവന് ഭയമില്ല. കാരണം യവന്റെ ബലം അവന്റെ പട്ടാളത്തിലോ അവന് അതുവരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിലോ അല്ലായിരുന്നു. യവന്റെ വിജയം എവിടെയായിരുന്നു? എന്റെ വെളിച്ചം യഹോവയാകുന്നു, എന്റെ രക്ഷ യഹോവയാകുന്നു, വേറൊന്നിലും അവന് ആശ്രയമില്ല. വായിക്കാം. 1 ശമൂവേൽ 17:26. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയം നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യർ ആർ എന്ന് പറഞ്ഞു. നോക്കണം, ദാവീദ് അപ്പൊ ചിന്തിക്കുന്നത്, 40 ദിവസവും രാവിലെയും വൈകിട്ടും ഈ പ്രതിസന്ധി കടന്നു വന്നിട്ട് ഈ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ ഇവൻ ആരാ? ഈ ഗോലിയാത്ത് വന്നിട്ട് ആക്ച്വലി ചുണയുള്ളവൻ മുമ്പോട്ട് വാടാ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ജനം പുറകോട്ട് ഓടുക. ഹല്ലേലൂയ. നോക്കണം, സകല ജനത്തെക്കാളും ദൈവം തെരഞ്ഞെടുത്ത തന്റെ ജനം ശ്രേഷ്ഠമെന്നെണ്ണുമ്പോൾ ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട് ഓടുന്ന ഒരു ജനമായി മാറിയാലോ? ജീവിതത്തിൽ നിന്നെ തകർക്കുവാനായിട്ട് ചില പ്രതിസന്ധികളെ കൊണ്ടുവരുമ്പോൾ, പിശാച് കൊണ്ടുവന്ന ഗോലിയാത്തിനെ പോലെ മുമ്പിൽ നിർത്തി ഇങ്ങനെ നിർത്തുമ്പോൾ നീ അത് കണ്ട് ഭയപ്പെട്ട് ഓടുന്നവനാണ്. ദാവീദാണെങ്കിൽ ചോദിക്കും, എന്റെ ദൈവത്തെ നിന്ദിക്കുവാൻ നീ ആരാ? നമ്മളാണ് എന്ത് ചെയ്യും? ഒരു പ്രതിസന്ധി വന്നാൽ, ഹല്ലേലൂയ, നമ്മളാണ് പ്രതിസന്ധി കണ്ട് ആദ്യം ഒന്ന് ഓടിയിട്ട് ഈ പ്രതിസന്ധി നീക്കിക്കളയുവാനായിട്ടുള്ള തത്രപ്പാടില്ല. പിന്നെ ദൈവത്തെ തിരക്കാൻ സമയമില്ല, ദൈവത്തിന്റെ അടുത്തിരുന്ന് ഇതൊന്ന് അന്വേഷിക്കുവാൻ സമയമില്ല. നമ്മുടെ ബുദ്ധിയിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞ് ഓട്ടമാണ്. 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ.